നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത 9-ാം അധ്യായം. രാജവിദ്യ രാജഗുഹ്യയോഗം. ശ്ലോകം 13. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഹേ പാർത്ഥ, മഹാത്മാക്കളാകട്ടെ എൻ്റെ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ച് എല്ലാ ഭൂതവസ്തുക്കളുടെയും ആദി കാരണം ഞാനാണെന്നും എനിക്കൊരിക്കലും നാശമില്ലെന്നും മനസ്സിലാക്കി അന്യചിന്ത കൂടാതെ എന്നെ ഭജിക്കുന്നു. ഹേ അർജുന, ദൈവിക സ്വഭാവമുള്ള മഹാത്മാക്കൾ എന്നെ ഏകാഗ്രമായ മനസ്സോടെ ഭജിക്കുന്നു. എല്ലാ സൃഷ്ടികളുടെയും ആദിയും നശിക്കാത്തവനുമായ എന്നെ അവർ അറിയുന്നവരാണ്. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ മഹാത്മാക്കളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. ദൈവിക സ്വഭാവമുള്ളവർ, നല്ല ചിന്തയും ശുദ്ധ മനസ്സുമുള്ളവർ. അവർ ഒറ്റ മനസ്സോടെ, അനന്യ മനസ്സ്, ഭഗവാനെ ഭജിക്കുന്നു. അവരുടെ മനസ്സ് മറ്റൊന്നിലേക്കും ചിതറുന്നില്ല. കാരണം അവർ അറിയുന്നു, ഭഗവാൻ എല്ലാത്തിൻ്റെയും ആരംഭവും അവൻ നശിക്കാത്തവനുമാണ്. നമ്മൾ ദൈവത്തെ സത്യമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ഭക്തി സ്വാഭാവികമായി ഏകാഗ്രമാകും. ശുദ്ധമായ മനസ്സും ഉറച്ച വിശ്വാസവും ഏകാഗ്രഭക്തിയും അവയാണ് മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ. ദൈവത്തെ ശരിയായി മനസ്സിലാക്കിയാൽ ഭക്തി നിർബന്ധമല്ല, അത് സ്വാഭാവികമായി മനസ്സിൽ വിരിയും. നന്ദി.